ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഈ ജാതിയായിട്ട് എങ്ങോട്ടാണെന്നല്ലേ, നമ്മളൊരു പിറന്നാൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിറന്നാളാണേ, ബർത്ത്ഡേ അല്ലേ. ഇന്ന് മീനമാസത്തിലെ ഉത്രനാൾ. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും. ഏപ്രിൽ 1 എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം നമ്മുടെ അയ്യപ്പൻ്റെ പിറന്നാളാണത്ര ഇന്ന്. അപ്പം നമുക്കൊന്ന് അയ്യപ്പനെ കണ്ടിട്ട് വരാം അല്ലേ. അയ്യപ്പൻ്റെ പിറന്നാളിന് നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അയ്യപ്പൻ്റെ പിറന്നാളിന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് പറഞ്ഞാൽ ഒരുപാട് അടുത്തല്ല, ഒരു മലൻ്റെ മുകളിൽ കുറച്ച് നടക്കാനുണ്ട്. വണ്ടിയൊന്നും പോകത്തില്ല കേട്ടോ. ആ മലയുടെ താഴെ വരയ്ക്ക് വണ്ടി ഓട്ടോ ഒക്കെ പോകലുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നടന്നു തന്നെ കയറണം. ഇതിപ്പോൾ മല കയറാൻ തുടങ്ങിയിരിക്കുവാണ്. നമ്മൾ അങ്ങോട്ട് കയറി പോവുകയാണ്. അവിടെ ഒരു അയ്യപ്പൻ കോട്ടയുണ്ട്. ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം വരുമ്പോൾ ആദ്യമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ആദ്യം ഇതാ മുന്നിൽ നടന്നു പോവാനായി. അപ്പോൾ ഇതാ അവൻ്റെ ബാക്കിൽ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് കയറി. ഇവിടെ നിറയെ ചപ്പ് കിടക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ലിപ്പാവും, കാല് വഴിക്ക് പോവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. നമ്മളൊരു 3 പേരും ഇതിൽ യൂട്യൂബേഴ്സാണ്. നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ യൂട്യൂബേഴ്സാണെന്ന്. സോ നമ്മൾ 3 ആളും ഇങ്ങനെ വ്ളോഗുകൾ എടുത്തുകൊണ്ട് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ പരസ്പരം കളിയാക്കുകയൊക്കെ ചെയ്തതാണ്. ഇതങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. നമുക്ക് ഗ്രിപ്പിന് കല്ലുകളുണ്ട്, പിന്നെ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ശബരിമലയിൽ പോകുന്നവർ പറയില്ലേ, കാനനമേതോ, അതായത് കല്ലും മുള്ളും എന്നൊക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് പോവുക എന്ന്. ആ ഒരു രീതി തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ശബരിമലയിൽ പോയിട്ടില്ല, എങ്കിലും നമുക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേനും അവിടെ നിന്ന് അതുപോലെ അയ്യപ്പൻ കോട്ടയിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ശരണം വിളിയുള്ള പാട്ട് നമുക്ക് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു കേട്ടോ അത്. നമുക്ക് കയറുമ്പോഴത്തേനും നമുക്ക് ഭക്തിനിർഭരമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ആ ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കല്ലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് കയറുന്നത്. അവർക്ക് അങ്ങോട്ട് കയറാൻ പിടിച്ചൊക്കെ കയറുക. അവർ നല്ല ഉഷാറിലായിരുന്നു കേട്ടോ. കാരണം നടന്ന് തന്നെ അവർ അത്രയും ദൂരം അങ്ങോട്ട് പോലും തിരിച്ചു വരും. അവർക്ക് കൂട്ടിന് ആളുള്ളത് കൊണ്ടായിരിക്കാം മേ ബി. അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ കാലുവേദനയൊക്കെ ചിലപ്പോൾ പറഞ്ഞേനെ. ഇതിപ്പോൾ അവർ 3-4 പേര് ഒരേ പ്രായമുള്ളവരുള്ളത് കൊണ്ട് അവരങ്ങ് കളിച്ചൊക്കെ പോയി കേട്ടോ. കണ്ടതൊക്കെ വേരാണ്, മരത്തിൻ്റെ വേരുകളാണ്. ഫുള്ള് കാടാണ്. അവിടെ ഒന്നും വീടോ കാര്യങ്ങളോ ഇല്ല. പണ്ടൊക്കെ പറഞ്ഞിട്ട് അവിടെ വെള്ളം അടക്കം ഇവിടെ നിന്ന് താഴെന്ന് കോരിക്കൊണ്ട് പോവുമായിരുന്നു അത്രേ. ഇപ്പം മോട്ടർ വെച്ചിട്ട് വെള്ളം മുകളിലേക്ക് കയറ്റുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ ഇവിടെ അമ്പലത്തിലെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് താഴെന്ന് പരിപാടിക്ക് വരുന്ന ആൾക്കാർ ഓരോ കുടം വെള്ളം പിടിച്ചേച്ച് മുകളിലേക്ക് വരും അത്രേ. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ആ കാണുന്നതാണ് നമ്മുടെ അയ്യപ്പൻ്റെ കോട്ട എന്ന് പറയുന്നത്. അമ്പലം എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളിതാ അമ്പലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ആലോചിച്ചു, ഇപ്പം നമ്മൾ സുഖമായിട്ട് കയറി വരുന്നത് സുഖമല്ല, നമ്മൾ കയറുമ്പോൾ അത്രയും കഷ്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അവർ ഈ വിറകും എല്ലാം എടുത്തിട്ട് വന്നുകൊണ്ടിരുന്നത്. വിറക് എടുത്ത് കൊണ്ടുവരും, വെള്ളം ഒക്കത്തെ വെച്ച് കൊണ്ടുവരും ഇത്രേ. നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ പ്രയാസപ്പെടുമ്പോൾ ഇതൊക്കെ പൊക്കി വന്ന് അവർ ഇത് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചതിന് അല്ലേ, നമുക്ക് കാണുമ്പോഴത്തേനും ഇതൊക്കെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയത് കൊണ്ടാണല്ലോ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ ഒരു പാറയിൽ വന്നിരുന്ന ഫുള്ള് പാറ തന്നെയാണ് കേട്ടോ. നമ്മളൊരു മലയുടെ മുകളിൽ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീലില്ല, അത് അങ്ങനെ തന്നെയാണ്. സോ നമ്മൾ പ്രസാദമൊക്കെ കിട്ടിയത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് തണലത്ത് ഇങ്ങനെ ഇരിക്കുവാണേ. ആൾക്കാർ കുറവായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മേമയൊക്കെ പറഞ്ഞത് ഉച്ചയാകുമ്പോഴാണ് ആൾക്കാർ കൂടുതലായിട്ട് വരിക. നമ്മൾ കുട്ടികളുള്ളത് കൊണ്ട് വെയിലാവുന്നതിന് മുന്നേ വന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മളിവിടെ എത്തിയായിരുന്നു. അപ്പോൾ ആൾക്കാർ കുറവായിരുന്നു. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. വന്നെത്തിയവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോലും ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ശരണം വിളിക്കുവാണ്. അവിടെ പാട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ശരണം വിളിക്കുന്നുണ്ടോ പാട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാം കേട്ടോ. അയ്യപ്പത്തിൻ്റെ ഒക്കെ തോം സ്വാമിത്തിൻ്റെ തോം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറയണേ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ വോയിസും ഇടാണ്ടിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാണ്ടിരുന്നത് കേട്ടോ. നന്നായിട്ട് അവനും എൻജോയ് ചെയ്തു ഈ ഒരു ഇതൊക്കെ. അവനും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. കണ്ടോ, ഫുള്ളും സാറ് അതിൻ്റെ കൂടെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, ഓരോന്നും എന്താ വരുന്നത് എന്നിട്ട് തിരിച്ച് എന്താ പറയണ്ടേന്നുള്ളത് ഇങ്ങനെ ഓരോ വരിയും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലത് ഡൗട്ട് വരുമ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ഒരേപോലത്തെ കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. 2-3-4 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. ചോറ്, കറി, ഉപ്പേരി, പിന്നെ വേറൊരു കൂട്ടാൻ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറ്, അങ്ങനെയൊക്കെ മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം സെൽഫായിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് സന്തോഷം. എന്താ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുവാണേ. താങ്ക്സ് ടു ചേച്ചി കേട്ടോ. കാരണം ഞാനങ്ങനെ എവിടേക്കും പോകാൻ കാണിക്കില്ല, കാരണം മടിയാണ് കൂടുതലും. മടിനെക്കാട്ടിലും ആദ്യം ചിലപ്പോൾ നടക്കില്ല, അപ്പം നമ്മൾ എടുക്കേണ്ടി വരും, അങ്ങനത്തെയൊക്കെ ഒരു സാധനമാണ്. പക്ഷേ ചേച്ചിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ഞാനപ്പോൾ ഓക്കെ പോവാം, വിളിക്കൂ പറഞ്ഞിട്ട് പറഞ്ഞു. ചേച്ചി വിളിച്ചു. ചേച്ചി എല്ലാവിടേക്കും എന്നെ വിളിക്കും കേട്ടോ. പക്ഷെ ഞാൻ പോവാൻ നിൽക്കില്ല. മിക്കവാറും ഇതൊക്കെ ആലോചിച്ച് ഇവനെയൊക്കെ എടുത്തിട്ട് പോകണ്ടേ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് സാധാ അമ്മമാരുടെ മടിയൊക്കെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ചേച്ചി ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ തന്നെ എല്ലാ കാര്യത്തിനും എന്നെ കൂടെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് എല്ലാവിടേക്കും പോവാം, അവിടെ അതുണ്ട് പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ കൂടെ ഇപ്പോഴും അതേപോലെ ഇപ്പോൾ 7 years ആയിട്ടും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. താങ്ക്സ് ടോമു ചേച്ചി. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ ഹരിതാപവും പച്ചപ്പും ഒക്കെ കണ്ട്, ഇത് എന്താ സാധനം എന്ന് മനസ്സിലായോ? മുള്ളിച്ചെടി. ആ മുള്ളിച്ചെടി ഫുള്ള് ഇതവിടെ മലയായി നിൽക്കുന്നു. ഞാൻ 1-2 കണ്ടപ്പോൾ അതൊക്കെ എടുത്തു വെച്ചതാ. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ അയ്യപ്പ. ഓക്കെ ബൈ.